ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരുന്നു. അത് മാത്രമല്ല, ഞാൻ നിന്നോട് പല ക്രൂരതകളും ചെയ്തു. അതുകൊണ്ടാ ഇന്ന് ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ തീരുമാനിച്ചത്. നിനക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സർപ്രൈസ് ആയിരിക്കും. ഈ ലോകത്ത് എന്നെ കൊല്ലാനുള്ള വഴികൾ എഴുതിയിട്ടുള്ള ഒരു പുസ്തകവും ഉണ്ടായിട്ടില്ലെന്ന കാര്യം നിനക്കറിയില്ല. ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് പോലും നിനക്കറിയില്ല. എന്തിനാണ് നന്ദിനി തന്റെ ഭർത്താവായ ശിവായിയെ കൊല്ലാൻ ശ്രമിക്കുന്നത്? നന്ദിനിയുടെ പദ്ധതി ശിവായി എങ്ങനെ മനസ്സിലാക്കി? ശിവായുടെ സത്യം അറിയാൻ തുടരുക. ശിവായ് ശിവായ്, ഇവൻ ചത്തോ? ശിവായ്, മോം, ശിവായ് കേൾക്കുന്നില്ലേ നീ? മോം, അവൻ ഇന്നലെ രാത്രി പോയതാ. അവന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. അവൻ ഇങ്ങോട്ട് വരട്ടെ. ഇന്ന് ഈ വീട്ടിലെ എല്ലാ ബാത്റൂമും അവനോട് മുട്ടുകുത്തിവെച്ച് ഞാൻ കഴുകിപ്പിക്കും. കണ്ടോ? ഫോൺ കണക്ട് ആവുന്നില്ലേ? മോം, ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡീലാണ്. ആ ഡീൽ ശിവായ് ഡോക്യുമെന്റിൽ ഒപ്പുവെച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അവൻ ഒപ്പുവെക്കാത്ത പക്ഷം എല്ലാം തകർന്നു പോവും. നന്ദിനിയുടെ മുത്തച്ഛനായ മുകേഷ് ബജാജ് മരിക്കുന്നതിന് മുമ്പ് കമ്പനിയുടെ മുഴുവൻ പവർ ഓഫ് അറ്റോർണി ശിവായുടെ പേരിൽ എഴുതി വെച്ചിരുന്നു. അതുകൊണ്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട ഓരോ തീരുമാനത്തിനും ശിവായുടെ ഒപ്പ് അനിവാര്യമായിരുന്നു. ആ ശിവായി ഒരിക്കലും തിരികെ വരാത്ത പോലെ മാറ്റുന്നൊരു പ്ലാൻ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്ത് പ്ലാൻ? ശിവായി ഒപ്പിടേണ്ട ഈ 5 ഫയലുകളിൽ ഞാൻ ഡിവോഴ്സ് പേപ്പേഴ്സും വെച്ചിട്ടുണ്ട്. കോടികളുടെ ഡീലിന്റെ പേപ്പേഴ്സ് ഒപ്പിടുമ്പോ അതോടൊപ്പം തന്നെ ഡിവോഴ്സ് പേപ്പർ അവൻ അറിയാതെ ഒപ്പിട്ടു പോവും. പക്ഷേ ആ യൂസ്ലെസ് ഇപ്പൊ എവിടെയാ? ശിവായ് അണ്ടർവേൾഡിൽ തടവിലായിരുന്നു. അവന്റെ മുന്നിലിരിക്കുന്നത് ഹെഡ്ഷോട്ട് അണ്ടർവേൾഡിലെ ക്രൂരനായ ഡീലർ. നിരവധി കോടി വില വരുന്ന മയക്കുമരുന്ന് സംഘത്തെ ശിവായ് തകർത്ത് തെറിപ്പിച്ചു. ഹെഡ്ഷോട്ടിന്റെ കണ്ണുകളിൽ വെറുപ്പും ശിവായുടെ മുഖത്ത് പ്രതീക്ഷ മാത്രവുമായിരുന്നു. എന്റെ ഒളിത്താവളങ്ങൾ പോലീസിന് പറഞ്ഞു കൊടുത്തത് ഒട്ടും ശരിയായില്ല ശിവായ്. ഞാൻ ആരാണെന്നാണ് നീ വിചാരിച്ചത്? എന്നെ വഞ്ചിച്ചുകൊണ്ട് നിനക്ക് ജീവിക്കാനാവില്ല. തെറ്റായ ആളോടാണ് നീ കളിച്ചത്. ശിവായ് മഹേശ്വരി, ഞാൻ നിന്നെ തകർത്ത് കളയും. ജീവിക്കാനായി നീ എന്റെ കാലിനടിയിൽ കിടന്ന് കരയേണ്ടി വരും. നീയാണ് എന്റെ കാലിനടിയിൽ വന്ന് മാപ്പ് പറയേണ്ടി വരിക. കുറച്ചു നേരം കൂടി കാത്തിരിക്കേ, എല്ലാം നിനക്ക് മനസ്സിലാവും. ഇവനെ തലകീഴായി കെട്ടിത്തൂക്ക്. വസ്ത്രമഴിക്ക്. ഗംഗ, മഹാകാലിനെ നാശകാരി എന്ന് വിളിക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? അനീതികൾ അതിരുവിട്ട മഹാകാലിന്റെ താണ്ഡവം എല്ലാം നശിപ്പിക്കും. പുതിയൊരു തുടക്കം തുടങ്ങും. ഇനി ലോകം കാണാൻ പോകുന്നത് ശിവായുടെ താണ്ഡവം. വസ്ത്രം അഴിക്കുവന്റെ. ഹെഡ്ഷോട്ടിന്റെ ഗുണ്ടകൾ ശിവായിന്റെ ശരീരത്തിലുള്ള ശേഷിച്ചിരുന്ന വസ്ത്രങ്ങൾ കീറിപ്പറിക്കാൻ എത്തിയപ്പോൾ ഗോഡൌണിലെ അന്തരീക്ഷം പെട്ടെന്ന് മാറി. ജയ് മഹാകാൾ! ബോസ്, ഈ പാമ്പ് എവിടുന്ന് വന്നു? പിന്നീട് ഡ്രമ്മിന്റെ ശബ്ദം ഹെലികോപ്റ്ററിന്റെ ഇടിമുഴക്കമായി മാറി. എന്താ നടക്കുന്നത് സാർ? ഞാൻ പറഞ്ഞില്ലേ കുറച്ചു നേരം കാത്തിരിക്കുന്ന. ബ്ലാക്ക് കാറ്റ് കമാൻഡോസിന്റെ തലവനായ ക്യാപ്റ്റൻ സർതാജ് ഇരുമ്പ് കമ്പിൽ കെട്ടി രക്തമൂറുന്ന ശിവായിനെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകളിൽ കോപത്തിന്റെ തീ തെളിഞ്ഞു. നീ എന്താണ് ചെയ്തിരിക്കുന്നത് നായേ? അവൻ ആരാണെന്ന് നിനക്കറിയില്ലേ? ഹെഡ്ഷോട്ടിന്റെ ധാർഷ്ട്യം ഒരു നിമിഷം പോലും നിലനിന്നില്ല. സർതാജ് പറഞ്ഞത് കേട്ടപ്പോൾ ഹെഡ്ഷോട്ട് ഭീതിയിൽ മങ്ങിപ്പോയി. പക്ഷേ ഹെഡ്ഷോട്ട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നതിന് മുമ്പേ ശിവായി ആ സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷനായി. ഹേയ് യൂസ്ലെസ്! വീട്ടുപണിയിൽ നിന്ന് രക്ഷപ്പെടാനാണോ
ഇന്നലെ രാത്രി മുഴുവൻ നീ പുറത്തു പോയത്? എന്നാ കേട്ടോ, ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കണമെങ്കിലേ, ഇവിടെ നിൽക്കണമെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം ചെയ്യണം. ഇനി ഞാൻ അറിയാതെങ്ങാനും പുറത്തു പോയാൽ നിന്റെ കാല് ഞാൻ ഒടിക്കും. മനസ്സിലായോ? മോം മോം കാം ഡൗൺ. അവൻ വീട്ടിൽ കയറിയില്ല, അപ്പോഴേക്കും തുടങ്ങിയോ? വെള്ളം വേണോന്നല്ലേ ചോദിക്കേണ്ടത്? ശിവായ് ബേബി, എവിടെയായിരുന്നു നീ? ഇന്നലെ രാത്രി ഞാൻ നിന്നെ എത്ര മിസ് ചെയ്തെന്നറിയോ? എന്തു പറ്റി നന്ദിനി? എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? ശിവായ്, ഞാൻ നിന്റെ ഭാര്യയല്ലേ. ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നിന്നെ ഓർക്കാൻ പാടുള്ളൂ. വെറുതെ ഞാൻ ഓർക്കില്ലേ? ഇന്നത്തെ നന്ദിനിയുടെ പെരുമാറ്റം ശിവായിക്ക് ഒട്ടും പിടികിട്ടിയില്ല. വിവാഹം കഴിഞ്ഞ് 3 വർഷമായിട്ടും സ്വന്തം മുറിയിലേക്ക് പോലും കയറാൻ അനുവദിക്കാത്ത പെൺകുട്ടി ഇന്ന് ശിവായുടെ ചുമലിൽ തല ചായ്ച്ച് അവന്റെ കാര്യങ്ങൾ ചോദിക്കുന്നു. ശിവായ്, ഓർമ്മയുണ്ടല്ലോ, നാളെ നമ്മുടെ ആനിവേഴ്സറിയാ. ഓഫ് കോഴ്സ്, എനിക്ക് ഓർമ്മയുണ്ട് നന്ദിനി. ആ ദിവസം ഞാൻ എങ്ങനെ മറക്കും? 1 വർഷം മുഴുവൻ കാത്തിരുന്ന ദിവസമാണല്ലോ. നാളത്തേക്ക് നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. ഓ, നീ അത്ര സ്വീറ്റാ. ശരി, നമ്മുടെ ആനിവേഴ്സറിയിൽ ഞാനൊരു ഗിഫ്റ്റ് ചോദിച്ചാ നീ തരുവോ? ഗിഫ്റ്റാണോ നന്ദിനി? നീ എന്റെ ജീവൻ ചോദിച്ചാലും അത് ഞാൻ നിനക്ക് തരും. അയ്യോ മജ്നൂനുണ്ടായവനെ, നീ ജീവനൊന്നും തരണ്ട. എന്റെ മോൾ എന്താണോ ചോദിക്കുന്നത് അത് കൊടുത്താ മതി. മോം മോം എന്തിനാ ഞങ്ങളുടെ ഇടയിൽ കയറി സംസാരിക്കുന്നത്? 1 മിനിറ്റ് ബേബി. അതും പറഞ്ഞ് നന്ദിനി ആ പേപ്പേഴ്സ് ശിവായുടെ മുന്നിൽ വെച്ച് ഒപ്പിടാൻ പറഞ്ഞു. യു ഹാവ് ടു സൈൻ ദിസ്. ഇതെന്താ പേപ്പേഴ്സ് നന്ദിനി? ബേബി, നാളെ നമ്മുടെ ആനിവേഴ്സറി അല്ലേ, അതിനായിട്ട് ഞാനൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ചെറിയ ചില ഫോർമാലിറ്റീസ് മാത്രമായത്. പക്ഷേ നന്ദിനി, ഏത് ഹോട്ടലാണ് ഇങ്ങനെ പേപ്പേഴ്സ് ഒപ്പിടാൻ ചോദിക്കുന്നത്? നിനക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? പ്രശ്നമില്ല, നോക്കി വായിക്ക. അല്ല അല്ല അങ്ങനെയല്ല നന്ദിനി, ഞാൻ നിന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നീ പേപ്പേഴ്സ് എല്ലാം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പൊതുവെ ചോദിച്ചതാ. അപ്പോ ഒപ്പിട്. ശരി. നന്ദിനി, ഒരു ഇമ്പോർട്ടന്റ് കോളാണ്. ഞാൻ 2 മിനിറ്റിൽ വരാം. ശിവായ്. ഹലോ. ശരി, ഞാൻ 10 മിനിറ്റിലെത്തും. ശരി നന്ദിനി, എനിക്കൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിന് പോകണം. കുറച്ച് സമയത്തിന് ശേഷം വന്ന് ഞാൻ ഒപ്പിടാം. ശിവായ്, പക്ഷെ ഒപ്പിട്ടിട്ട് പോവാം. എങ്ങോട്ടാ പോകുന്നത്? കണ്ടോ, നീ ഇത്ര സോപ്പിട്ടിട്ടും അവൻ ഒപ്പിടാതെ പോയത് കണ്ടോ? മോം, ദയവായിട്ടൊന്നും മിണ്ടാതിരിക്കൂ. എന്റെ കമ്പനി മുങ്ങിപ്പോവാ. അതിനിടയിൽ ഈ ഭിക്ഷക്കാരൻ ഒപ്പിടാനും തയ്യാറല്ല. അടുത്ത ദിവസം ശിവായുടെയും നന്ദിനിയുടെയും 3ാം വിവാഹ വാർഷികമായിരുന്നു. സന്തോഷത്തിൽ നിറഞ്ഞ ശിവായി വളരെ നേരത്തെ എഴുന്നേറ്റ് മഹാകാളിനെ കാണാൻ പോയി. എടി കിഴവി, എത്ര പറയണം നിന്നോട്? ഇവിടെ എന്റെ നിയമമാണ് നടക്കുന്നത്. ഇവിടെ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും എനിക്ക് പ്രൊട്ടക്ഷൻ പണം നൽകണം. നീയും ഇവിടെ ബിസിനസ് ചെയ്യണമെങ്കിൽ എനിക്ക് വീക്ക്ലി പ്രൊട്ടക്ഷൻ പണം നൽകണം. പക്ഷെ മോനെ, ഞാനിവിടെ ഒരു ബിസിനസ്സും ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനു പണം തരണം? എത്ര പറയണം? പറഞ്ഞ് ഞാൻ മടുത്തു. ഒളിച്ചു കളയ ഈ ഷോപ്പ്. മഹാകാളിന്റെ നഗരത്തിൽ ഒരു രാജാവിന് മാത്രമേ ഭരണാവകാശമുള്ളൂ. മഹാകാളിന് തന്നെ. നിങ്ങളുടെ നിയമം ഇവിടെ നടക്കില്ല. മാറി നിന്നോ, അല്ലെങ്കിൽ കിഴവയ്ക്ക് കിട്ടിയതുപോലെ നിനക്കും കിട്ടും. ഇവിടെ കടന്ന് ചാകുന്നീ. അകലുമതിനാശം ചണ്ടാള കർമ്മം ചെയ്യുന്നവർക്ക് മഹാകാല ഭക്തന്റെ ജീവനുമേൽ കാലനും അധികാരമില്ല.
ഒരിക്കൽ കൂടി നീ ഈ അമ്മച്ചിയെ ശല്യം ചെയ്താ പിന്നെ ഞാൻ ഇല്ല ചേട്ടാ മാപ്പാക്ക്. ഇന്നു മുതൽ ഞങ്ങൾ ഈ ജോലി ഒഴിഞ്ഞു. ദയവായി മാപ്പാക്ക്. ഓ ഇവിടുന്ന്. ശിവായ്, നീ ഇന്ന് വന്നത് നന്നായി. എന്തിനാണ് ഭയക്കുന്നത് അമ്മേ? മഹാദേവ് ഉണ്ടല്ലോ നിങ്ങളെ രക്ഷിക്കാൻ. അമ്മേ, ഈ ചുവപ്പ് റോസുകളിൽ നിന്നൊരു മനോഹരമായ ബൊക്കെ ഉണ്ടാക്കി തരണം. ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതെ അമ്മേ, ഇന്ന് എന്റെയും നന്ദിനിയുടെയും 3ാം വിവാഹ വാർഷികമാണ്. പക്ഷേ നന്ദിനിക്ക് അതറിയാമോ? എനിക്കറിയാമോ, അവൾക്കറിയാമോ? അതെന്താണമ്മേ? ആനിവേഴ്സറി രണ്ടുപേരുടെയും ദിവസമല്ലേ? പ്രേമം അതൊരാൾക്ക് മാത്രമായാലും നീണ്ടു നിൽക്കില്ല മോനെ. അമ്മേ, വൺ സൈഡ് ലവ് വേറൊരു ഫീലാണ്. നാം ഒരാളുടെ ലോകത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമായാലും അയാൾ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ്. മഹാദേവ് തീരുമാനിച്ചാൽ നന്ദിനിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അത്രയും നന്ദിനി നിന്നെയും സ്നേഹിക്കും. ശരി, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഒരു മനോഹരമായ ബൊക്കെ ഉണ്ടാക്കി തരാം. അല്പസമയം കൊണ്ട് ബൊക്കെ തയ്യാറായി. അത് കണ്ടപ്പോൾ ശിവായുടെ മുഖത്ത് ഒരു മധുരമായ പുഞ്ചിരി തെളിഞ്ഞു. വാവ്, ഇതിലെല്ലാ സ്നേഹവും ഉണ്ട്. ഇത് കണ്ട അവൾക്ക് എന്നോട് ദേഷ്യപ്പെടാൻ കഴിയില്ല അമ്മേ. ഈ പൂക്കളുടെ സുഗന്ധം കൊണ്ടാവും അവൾ എന്നെ സ്നേഹിക്കുക. ഇതാ അമ്മേ. ഇല്ല മോനെ, ഇന്ന് നീ എന്നെ സഹായിച്ചിട്ട് ഞാൻ നിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങാനോ? അമ്മേ, ഇന്ന് പണം വാങ്ങുന്നില്ലെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും അമ്മയുടെ അടുത്തുനിന്ന് പൂ വാങ്ങില്ല. ശിവായുടെ അത്രയും മധുരമുള്ള ഭീഷണി കേട്ട് അമ്മയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവർ പുഞ്ചിരിച്ച് പണം വാങ്ങി. ശിവായ് ബൊക്കെയെടുത്ത് നന്ദിനിയെ കണ്ട് ആനിവേഴ്സറി വിഷ് ചെയ്യാൻ വീട്ടിലേക്ക് ഇറങ്ങി. ഹലോ, എന്റെ ലോൺ സാങ്ഷൻ. എന്ത്? എന്റെ ലോൺ സാങ്ഷൻ ആയില്ലേ? നീ ആരോടാ സംസാരിക്കുന്നതെന്നറിയുമോ? മുകേഷ് ബജാജിന്റെ കൊച്ചുമകളാ ഞാൻ. എനിക്ക് അടിയന്തരമായിട്ട് ഫണ്ട്സ് വേണം. ഹലോ. നിലവിൽ നന്ദിനിയുടെ കമ്പനി വൻ നഷ്ടത്തിലായിരുന്നു. കമ്പനിയെ ഒന്ന് രക്ഷിക്കാനായി അടുത്ത ദിവസം നടക്കുന്ന റീയൂണിയൻ പാർട്ടിക്ക് ചെന്ന് തന്റെ സുഹൃത്തായ ദേവിനോട് സാമ്പത്തിക സഹായം ചോദിക്കണമെന്ന് നന്ദിനി തീരുമാനിച്ചു. നന്ദിനി ഡാർലിംഗ്, നീ ഒന്ന് മനസ്സ് വെച്ച കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിനക്ക് കോടികൾ സമ്പാദിക്കാം. നിന്റെ മുങ്ങിയൊലിക്കുന്ന കമ്പനിയെയും രക്ഷിക്കാം. മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെ? നീ കുറച്ചു സമയം എന്റേതാകാൻ തയ്യാറായ ഞാൻ 2 കോടി രൂപ ഇപ്പൊ നിനക്ക് തരാം. അതിലും കൂടുതൽ വേണമെങ്കിൽ വേണമെങ്കിൽ എന്താണ് ദേവ്? ദയവായിട്ട് പറ. 2 കോടിയിലധികം തരാൻ ഞാൻ എന്ത് ചെയ്യണം? 2 കോടിയോ? ഞാൻ 10 കോടി വരെ തരാം. 10 കോടി? വാട്ട് ആർ യു സേയിങ്? ദേവ്, പ്ലീസ്, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. കൂടുതലൊന്നുമില്ല. ഇന്നത്തെ രാത്രി മുഴുവൻ നീ എനിക്കായി തന്നാ മതി. ദേവ് ആ വാക്കുകൾ പറഞ്ഞ് നന്ദിനിയുടെ കൈ പിടിച്ചപ്പോൾ ദേവിന്റെ മൂക്കിൽ കുത്തിയടിച്ച ആ കനത്ത ഇടി അവനെ പിന്നോട്ട് തള്ളിയിട്ടു. ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ എന്റെ ഭാര്യയോട് സംസാരിക്കാൻ നിനക്ക് എത്ര ധൈര്യമുണ്ട്? ഇതെന്റെ ഭാര്യയാണ്. അവൾ പണത്തിന് വേണ്ടി ഒരിക്കലും എന്നെ വഞ്ചിക്കില്ല. ശിവായ് പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന അതേ ഭാര്യ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശിവായുടെ കരണത്തടിച്ചു. ഹൗ ഡെയർ യു! ഇവിടെ വരാൻ ധൈര്യം എവിടെ നിന്നാ നിനക്ക് കിട്ടിയത്? നന്ദിനി, നീ എന്താണ് ഇവിടെ ഇത്രയും ആളുകളുടെ ഇടയിൽ ചെയ്യുന്നത്? കൂടാതെ ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമാണെന്ന് നീ മറന്നോ? ഇതാ നോക്ക്, ഞാൻ നിനക്കായി കൊണ്ടുവന്ന മനോഹരമായ ഈ ബൊക്കെ. ബൊക്കെ? മൈ ഫുഡ്! നിന്റെ വില നീ മറക്കരുത്. ഒരു പണവും സമ്പാദിക്കാത്ത വീട്ടുവേലക്കാരനാണ് നീ. ആനിവേഴ്സറിയോ? ഈ പൂക്കൾക്ക് പുറമെ എന്തെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടോ? എനിക്ക് തരണമെങ്കിൽ ആദ്യം എനിക്ക് ഡിവോഴ്സ് താ, എന്നിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് പോ. നിന്നെപ്പോലൊരു ദരിദ്രവാസിയുടെ കൂടെ കഴിയാൻ എനിക്ക് പറ്റില്ല. ശ്വാസം മുട്ടുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം അത് ദേവിന് മാത്രമേ എനിക്ക് നൽകാൻ കഴിയൂ. ദേവ് സാർ. ശിവായി എത്തിയതും ദേവ് പോലീസിനെ വിളിച്ചിരുന്നു. അതാണ് ഇൻസ്പെക്ടർ ഇപ്പോൾ വന്നത്. എന്താ പ്രശ്നം? ആരാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇൻസ്പെക്ടറിന്റെ ചോദ്യം കേട്ട് ദേവ് വിരൽ ചൂണ്ടിയത് ശിവായിയാണ്. എന്താ മാഷേ, ഒന്നിനും വകയില്ലാത്ത നീ വലിയ ആളുകളുടെ പാർട്ടിയിലെത്തി പ്രശ്നം ഉണ്ടാക്കുന്നു. കൊണ്ടുപോ, സ്റ്റേഷനിൽ ഇവന് ഒരു പാർട്ടി കൊടുക്കാം. കൊണ്ടുപോ. ഇൻസ്പെക്ടർ, ഒന്ന് ശ്രദ്ധിക്കണം.
നാളെ ഇവൻ എൻ്റെ ഷൂവിൻ്റെ മുന്നിൽ വന്ന് ജീവന് വേണ്ടി യാചിക്കുന്ന രീതിയിൽ ഇവനൊന്ന് പെരുമാറണം. ആ മാറ്റർ എനിക്ക് വിട്ടേക്ക് സാർ. നിങ്ങൾ മാഡത്തിൻ്റെ കൂടെ പാർട്ടി ആസ്വദിക്കുക. പിന്നെ എനിക്കുള്ളത് അങ്ങ് എത്തിച്ചേക്കണേ. അവിടെ എത്തും. ശിവായിയെ സ്റ്റേഷനിലെത്തി ഒരു കസേരയിലിരുത്തി. ഇരുന്നപ്പോൾ തന്നെ ശിവായ് സിഗരറ്റ് എടുത്ത് ലൈറ്റർ കൊളുത്താൻ നിന്നു. പക്ഷെ ഇൻസ്പെക്ടറിന്റെ കൈ ലൈറ്റർ അവന്റെ കയ്യിൽ നിന്ന് തെറിപ്പിച്ചു. ഇത് നിന്റെ അപ്പന്റെ വീടാണോ? ഇവിടെ ധൈര്യമായിരുന്ന് സിഗരറ്റ് വലിക്കാൻ? കോൺസ്റ്റബിൾ, ഇവന്റെ ഡ്രസ്സെല്ലാം ഊരി ഐസ് ലാബിന്മേൽ കിടത്തിക്കോ. ഇവന്റെ ശരീരമാകെ ഒന്ന് തണുക്കട്ടെ. ഇൻസ്പെക്ടർ ആ വാക്കുകൾ പറഞ്ഞതോടെ സ്റ്റേഷന്റെ മുകളിൽ പെട്ടെന്ന് ഹെലികോപ്റ്ററുകളുടെ ഗർജനം മുഴങ്ങി. ബ്ലാക്ക് കാറ്റ് കമാൻഡോസ് ഇറങ്ങി സ്റ്റേഷൻ മുഴുവൻ വളഞ്ഞു. ആരാണ് നിങ്ങൾ? നിങ്ങൾ എന്താണ് ഇവിടെ? ഇൻസ്പെക്ടർ, നിങ്ങൾ അറസ്റ്റ് ചെയ്തത് ആരെയാണെന്ന് നിങ്ങൾക്കറിയുമോ? അങ്ങനെ പറഞ്ഞ കമാൻഡോ നിലത്ത് വീണ ലൈറ്റർ എടുത്ത് ശിവായുടെ സിഗരറ്റ് കൊളുത്തി. ലൈറ്ററിലെ അടയാളം ഇൻസ്പെക്ടർ കണ്ടപ്പോൾ ഇൻസ്പെക്ടറിന്റെ കാലിന്റെ കരുത്ത് പോയി. രണ്ട് കൈയും ചേർത്ത് ശിവായുടെ മുന്നിൽ അയാൾ മുട്ടുകുത്തി. മേജർ മഹേശ്വരി! ലൈറ്ററിലെ സൈൻ കണ്ട ഇൻസ്പെക്ടർ ഭയപ്പെട്ടത് എന്തിന്? ശിവായെ മേജർ മഹേശ്വരി എന്ന് വിളിച്ചത് എന്തിനാണ്? ശിവായുടെ ലൈറ്ററിന്റെ രഹസ്യം എന്താണ്? കമാൻഡോസ് എന്തിനാണ് അവിടെ എത്തിയത്? ശിവായ് ഇത്ര വലിയ ആളാണെങ്കിൽ എന്തിന് ഒരു പാവപ്പെട്ട വീട്ടുകാരനായി ജീവിച്ചു? നന്ദിനി ഒരിക്കലെങ്കിലും ശിവായുടെ സത്യങ്ങൾ അറിയുമോ? പിന്നെ എന്താണ് നടക്കാൻ പോകുന്നത്? ഇതിന്റെ തുടർക്കഥ അറിയാൻ ശിവായ് ഏക് വിനാശക് എല്ലാ എപ്പിസോഡുകളും കേൾക്കാൻ പോക്കറ്റ് FM ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.